പ്രൊട്ടക്ട് ചെയ്യാൻ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ട്രേഡ് മാർക്കുകൾ എടുക്കാതിരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടിംഗ് ബിസിനസ്സിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി വരുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള മാർക്കുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് മാർക്കുകളുടെ മറ്റു വിഷയങ്ങൾ എന്താ വെച്ചാൽ അത് ജനറിക് ആയിരിക്കും, സാധാരണ പലപ്പോഴും ബോറിംഗ് ആയിരിക്കും. ഇപ്പോൾ ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതൊരു ക്രിയേറ്റിവിറ്റി അതിലില്ല, അതൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്കാണ്. അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവാത്ത, ക്രിയേറ്റീവ് അല്ലാത്ത ഒരു ട്രേഡ് മാർക്കായിരിക്കും. അതുപോലെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റു ആളുകളുടെ സിമിലാർ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ സിമിലാർ പ്രൊഡക്റ്റിൽ നിന്നോ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ അതിനൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു എലിമെൻ്റ്, ഒരു വേറിട്ട ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ഇമേജോ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ പ്രയാസമുള്ളതായിരിക്കും എന്നുള്ളതാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് മാർക്കുകളുടെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് മാർക്കുകൾ തീർത്തും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമല്ല പറയുന്നത്. അതിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ ചില മാർഗരേഖകളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടതാണ് ഉപയോഗം കൊണ്ട് അത് അക്വയേർഡ് ഡിസ്റ്റിങ്റ്റീവ്നെസ് വരിക എന്നുള്ളത്. ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് വോളിയത്തിൽ, ഒരുപാട് പണം ചിലവഴിച്ചുള്ള അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ അതിനെ പോപ്പുലറൈസ് ചെയ്തെടുക്കുക. ബൈ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റിങ്റ്റീവ്, പക്ഷേ അതിൻ്റെ യൂസ് കൊണ്ട് ബൈ ലോങ് ടേം യൂസ് അതിനെ നമുക്ക് പോപ്പുലറൈസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ അക്വയേർഡ് ഡിസ്റ്റിങ്റ്റീവ്നെസ് വരും, അതിനൊരു സെക്കൻഡറി മീനിങ് വരും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ ട്രേഡ് മാർക്കിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വോളിയം ബിസിനസ് കൊണ്ടോ, ഒരുപാട് അഡ്വർടൈസ്മെന്റ് കൊണ്ടോ, ഒരുപാട് പണം ചിലവഴിച്ചുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കൊണ്ടോ ഒരു ഡിസ്ക്രിപ്റ്റീവ് നെയിമിനെ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പേപാലും നെറ്റ്ഫ്ലിക്സും ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും അത് ഒരു അക്വയേർഡ് ഡിസ്റ്റിങ്റ്റീവ്നെസ് വന്നിരിക്കുന്ന പേരുകളാണ്. അത്തരത്തിൽ അക്വയേർഡ് ഡിസ്റ്റിങ്റ്റീവ്നെസ് വരണമെങ്കിൽ ഒരുപാട് വോളിയത്തിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് നടത്തണം, ഒരുപാട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തണം, ഒരുപാട് പണം ചെലവഴിച്ചുള്ള പരസ്യം ചെയ്യലൊക്കെ ചെയ്താലേ അത്തരത്തിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു പദത്തെ അക്വയേർഡ് ആയിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉള്ള ഒരു മാർക്കാക്കി മാറ്റാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകൾക്ക് അത്തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പദങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്.